മനുഷ്യ മനസ്സിന്റെ കേവല വികാരം മാത്രമല്ല പ്രണയം. പലതരം പ്രതിബന്ധങ്ങളിലൂടെ ചെങ്കുത്തായ പാതകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിന് തിളക്കമേറുന്നു. എന്നെന്നും എൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന. അതെ, പ്രണയമൊരു വേദനയാണ്. ചതിയും ജാതിയും മതവും കൊളോണിയലിസവും എന്തിന്, ഒഴുകുന്ന വെള്ളം പോലും വില്ലനാകുന്ന കാഴ്ച പ്രണയത്തിൽ നാം കാണുന്നുണ്ട്. നഷ്ടപ്പെടുമ്പോൾ അതിന് തീവ്രതയേറുന്നു. നീറുന്ന ആ വേദനയിലും പ്രതീക്ഷയുടെ നാളം കെടാതെ സൂക്ഷിച്ചവർ ചരിത്രത്തിൽ നിരവധിയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച അവിസ്മരണീയമായ 3 താരജോഡികളെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിൻ രാജറാണി എന്ന പോലെ എന്നേക്കുമായി നിൻ വീണ തന്നിൽ സംഗീതധാരയാക്കുകെന്നെ. ആനന്ദഹംസ തോണിയേറി നിൻ ചാരുഗന്ധമേറ്റ വേള സ്വർഗത്തിലെ ദേവസേന. ബാഹു, നിന്റെ സഹോദരന് ദേവസേനയെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു പോയി. നിർത്തൂ. എന്റെ സമ്മതമില്ലാതെ എന്റെ ജീവിതത്തിന് വാക്ക് കൊടുക്കാൻ നിങ്ങളാരാ? ഒരു രാജകുമാരിക്ക് തന്റെ വരനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? ആ സാമാന്യ ബോധവും ഇല്ലേ നിങ്ങൾക്ക്? എന്ത് അഹങ്കാരം കൊണ്ടാണ് ഈ ശിവകാമിയുടെ മുന്നിൽ നീ ശബ്ദമുയർത്തി സംസാരിക്കുന്നത്? കാവൽക്കാരെ, അവളുടെ കൈകാലുകൾ ബന്ധിച്ച് മുട്ടുകുത്തിക്കൂ. ആകട്ടെ രാജമാതാ. ദേവസേനയുടെ മേൽ കൈവയ്ക്കുന്നതും ബാഹുബലിയുടെ വാളിനെ വെല്ലുവിളിക്കുന്നതും ഒരുപോലെയാണ്. അമ്മേ, ഇവളുടെ മാനം സംരക്ഷിച്ചുകൊള്ളാമെന്ന് ഞാൻ ഇവൾക്ക് നേരത്തെ വാക്കുകൊടുത്തതാണ്. ഒരു പെണ്ണിന്റെ മനസ്സിൽ എന്താണുള്ളതെന്നറിയാതെ സ്വന്തം മകന് വാക്കുകൊടുത്തത് തെറ്റ്. കേട്ടില്ലേ ശിവകാമി? നിന്റെ ത്യാഗത്തിന് ഇവനിപ്പോഴിട്ട പേര് തെറ്റ്. നിന്റെ അമ്മയുടെ വാക്കിന് മൂല്യമില്ലേ? മതിപ്പില്ലേ? വേണ്ട, നിങ്ങളീ പറയുന്ന നല്ല വാക്കുകളൊന്നും അവൻ ചെവിക്കൊള്ളില്ല. അമരേന്ദ്ര ബാഹുബലി, നിന്റെ മുന്നിൽ 2 മാർഗങ്ങളാണുള്ളത്. മഹോജ്വല ചരിത്ര പശ്ചാത്തലമുള്ള മകിഴ്മതി സാമ്രാജ്യത്തിന്റെ സിംഹാസനം വേണമോ, ഈ വഞ്ചകി ദേവസേനയെ വേണമോ? ആ സിംഹാസനം ഞാൻ തിരഞ്ഞെടുത്താൽ അത് നിങ്ങൾ എന്നെ വളർത്തിയ മഹത്വത്തിന് അപമാനം. ഞാൻ ഒരിക്കലും കൊടുത്ത വാക്ക് തെറ്റിക്കില്ല. മന്ത്രിയാരെ, രാജമാതാ, ഇവർ ചെയ്ത കുറ്റത്തിന് എന്താണ് ശിക്ഷ? രാജകുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മകിഴ്മതിയുടെ വിധിമുറകൾ ലംഘിച്ചാൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. അങ്ങനെ തന്നെ നടക്കട്ടെ. നിങ്ങൾ 2 പേരും ഇപ്പോൾ തന്നെ, ഈ ക്ഷണം തന്നെ കോട്ട വിട്ട് വെളിയിൽ പോകണം. വരുന്ന വിജയദശമി ദിനത്തിൽ അതേ മുഹൂർത്തത്തിൽ പൽവാൽ ദേവൻ മകിഴ്മതിയിലെ അടുത്ത രാജാവാകും. ഇത് തന്നെ എന്റെ കൽപ്പന. എന്റെ കൽപ്പന രാജശാസനം. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ആരും കരയരുത്. ദൈവം ക്ഷേത്രം വിട്ട് നമ്മുടെ കൂടെ ജീവിക്കാൻ വരുന്നു. ഈ ഉത്സവം ആഘോഷിക്കാം നമുക്ക്. പാമ്പിന് പാല് കൊടുത്ത് വളർത്തി നീ ശിവകാമി, അതിപ്പോ വിഷം ചീറ്റാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും എന്താണ് ആലോചിക്കുവാൻ ശിവകാമി? രാജമാതാവായി നീ നിന്റെ കടമ ചെയ്യേ. വികാരങ്ങൾക്ക് അടിമയാകാതെ സ്നേഹമോ ദേശമോ ഏതാണ് വേണ്ടത്? പാലൂട്ടി വളർത്തിയ പാമ്പോ നിന്റെ രക്തത്തിൽ പിറന്ന മകനോ തീരുമാനിക്കുക. പൽവാൾ ദേവൻ നിന്റെ മകൻ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ രാജാവ് കൂടിയാണ്. രാജാവിനെ കൊല്ലണമെന്ന് ആര് ചിന്തിച്ചാലും
അവർ കൊല്ലപ്പെടണം. ഞാൻ ബാഹുബലിക്ക് മരണശിക്ഷ വിധിച്ചാൽ പ്രജാവിപ്ലവം ഉണ്ടാകും. ഇവിടെ മന്ത്രിസഭ പിളരും, നാടിന് തീ പിടിക്കും. ഇത് മകിഴ്മതിക്ക് നല്ലതല്ല. ആ നിലയ്ക്ക് ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞിട്ടും അവനോട് ക്ഷമിക്കാമെന്നാണോ? വളർത്തിയ വാത്സല്യം നിന്റെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. നിനക്കെന്തോ ഭ്രാന്ത് പിടിച്ചോ ശിവകാമി? ബാഹുബലി വധിക്കപ്പെടും. എന്നാൽ ആ രക്തക്കറ പൽവാൾ ദേവന്റെ കൈകളിൽ പതിയരുത്. അനുജനെ കൊന്ന ജ്യേഷ്ഠനെന്ന് ചരിത്രം പറയരുത്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാവുന്ന? കട്ടപ്പ, നിന്റെ പൂർവികർ മകിഴ്മതിയുടെ സിംഹാസനത്തിന് അടിമ കിടന്നോളാമെന്നും മഹാരാജാവ് എന്തു പറഞ്ഞാലും നിഷേധിക്കാതെ അനുസരിച്ചോളാമെന്നും പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതല്ലേ? എന്താ നീ അത് അനുസരിക്കുമോ? സംശയമേ ഇല്ല. ഉത്തരവിട് മഹാരാജൻ. ബാഹുബലിയെ കൊല്ലണം. രാജമാത, അവിടുത്തെ അറിവോടെയാണോ ഇതെല്ലാം നടക്കുന്നത്? ബാഹുബലി വധിക്കപ്പെടണം. സാധ്യമല്ല, എനിക്കതിനാവില്ല. നീ കൊന്നില്ലെങ്കിൽ ഞാൻ കൊല്ലേണ്ടി വരും അവനെ. വേണ്ട മാതാ, ആ പാപം അവിടുത്തെ കൈകൊണ്ട് ചെയ്യണ്ട. ഞാൻ തന്നെ ചെയ്തോളാം. ഞാൻ തന്നെ ചെയ്തോളാം. വിലോലവീചി വല്ലരി വിരാജമാനമൂർധനീ ജ്വലല്ലലാടപട്ടപാവകേ കിശോര ചന്ദ്രശേഖരേ പ്രതിക്ഷണം മമ. കട്ടപ്പയെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് സൃഷ്ടിക്കാൻ കരിമ്പാറയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തായി പറയുന്നത്? അതേ രാജാ, ഞാൻ കണ്ടു. ദിവസേനെ മാമൻ അപകടത്തിലാണ്. എനിക്ക് ഉടനെ അവിടെ എത്തണം. ഭദ്രമായി കൂട്ടിക്കൊണ്ടുവരൂ. വഞ്ചനയുടെയും ചതിയുടെയും കെണിയിൽ ജീവൻ വെടിഞ്ഞ ബാഹുബലിയും ശിഷ്ടകാലം പ്രിയതമന്റെ വേർപാടിന്റെ വേദനയിൽ കഴിച്ചുകൂട്ടിയ ദേവസേനയും സമ്മാനിക്കുന്നത് നീറുന്ന ഓർമ്മകളാണ്. രാജഭരണകാലത്ത് നിന്ന് ഇനി നമ്മൾ പോകുന്നത് ബ്രിട്ടീഷ് ഭരണത്തിലേക്കാണ്. നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർക്കുന്നതും അതിന് വഴങ്ങാത്തവരെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നതും അക്രമമാണ്. ബ്രിട്ടീഷ്, ജർമ്മൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാജാക്കന്മാർ നടത്തുന്ന ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട കാര്യം നമുക്കില്ല. എന്നിട്ടും ഈ പാവങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്നത് കുരുതി കൊടുക്കാനാണ്. ബ്രിട്ടനോട് ആയുധമെടുത്ത് പോരാടി ജയിക്കാൻ നമുക്കാവില്ല. സഹനത്തിലൂടെ വേണം നേരിടാൻ. അതാണ് സ്വദേശി പ്രസ്ഥാനം. ബ്രിട്ടൻ ഇറക്കുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ള സകല വിദേശ വസ്തുക്കളും ഉപേക്ഷിക്കുക. ഇനി ഒരിക്കലും നമ്മൾ അവ ഉപയോഗിക്കില്ലെന്ന് ശപഥം ചെയ്യുക. What's happening here? What's all this? They are burning clothes, sir. What for? To show their protest against the British government. What's this? Did the police forcibly recruit people for the army? Mr. Sreendranath Nair. Yes. ഇവിടെയുള്ള ആളുകളെ പട്ടാളത്തിൽ ചേർക്കാൻ വേണ്ടി ബലം പ്രയോഗിച്ച് പിടിച്ചോണ്ടുപോയോ? ഇല്ല. സർ, കളവാണ് ഇദ്ദേഹം പറയുന്നത്. ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നതാണ് സത്യം. ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ അതിന് സാക്ഷികളാണ്. I'll look into it immediately. താങ്ക് യു സർ. അരുത്, മാറിക്കേ. സായിപ്പ് ചവിട്ടിക്കയറാനുള്ളതല്ല ഇന്ത്യക്കാരന്റെ നട്ടല്. അടിമപ്പണി രാജഭക്തിയാണെന്ന് പറയുന്ന പ്രമാണിമാരോട് പറയൂ അവിടെ വന്ന് കുഞ്ഞിരിക്കാൻ. What's your problem now? This is an atrocious act.
An educated and cultured man like you should not do it. An Indian's back is not a footboard. ഉണ്ണേട്ടാ എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്നെ കൂടെ ചേർക്കോ സ്വാതന്ത്ര്യ സമരത്തിൽ? ചിരിക്കണ്ട, ചിലതൊക്കെ എനിക്കും അറിയാം. എന്തറിയാം? കേക്കട്ടെ. ഇന്ത്യൻസ് ബേക്ക് ഈസ് നോട്ട് എ ഫുട്ബോൾ. ഫുട്ബോൾ അല്ല, ഫുട്ബോർഡ്. പറയൂ, ഫുട്ബോർഡ്. ഇന്ത്യൻസ് ബേക്ക് ഈസ് നോട്ട് എ ഫുട്ബോൾ ബോർഡ്. അസലായി. ഇനി പറയൂ, എന്നെ കൂടെ ചേർക്കോ? ആയിക്കോട്ടെ, ചേർന്നോളൂ. ഉണ്ണിയേട്ടന് എനിക്ക് വലിയ ഇഷ്ടാ. ചിരമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടിയോലവാലി വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി ഏലമലക്കാവിൽ ഉത്സവമായോ നീലനില പെണ്ണേ അമ്മാനമാടി വരൂ പൂങ്കാറ്റേ നിന്നോമലൂയലിൽ ഞാനാടിയിടാം മാനേ പൂന്തേനെ നിന്നെ കളിയാക്കാൻ പൊന്നാതിര പോറ്റും നിങ്ങൾക്കുള്ള അറസ്റ്റ് വാറന്റാണിത്. ഞങ്ങളോടൊപ്പം വരണം. പേടിക്കണ്ട, ഒന്നുമില്ല. ഞാൻ പോയിട്ട് വരാം. 55 പേരുടെ മരണത്തിനിടയാക്കിയ ആ ബോംബ് കേസിൽ പ്രതിയാക്കി എനിക്കെതിരെ ജീവപര്യന്തം കഠിന തടവായിരുന്നു കോടതി വിധിച്ചത്. രാജ്യസ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഗോവർദ്ധനനെയും അവന്റെ നീറുന്ന ഓർമ്മകളിൽ കഴിഞ്ഞ പാർവതിയെയും ഒരു വിങ്ങലോടെയല്ലാതെ ഓർക്കാൻ കഴിയില്ല. നമ്മളിനി പോകുന്നത് രാഷ്ട്രീയവും മതവും വേലിക്കെട്ടുകൾ തീർത്ത വിപ്ലവത്തിന്റെ കാലത്തേക്കാണ്. വേദിയിൽ മുക്കത്തെ കാഴ്ചകൾ. നിക്കണ തറ തകർന്ന് താഴെ പോവില്ലേ മൊയ്തീന്? ആളുകൾ സമ്മതിക്കൂ? മുഖത്തിൽ ഏലുണ്ടാക്കാനാ എന്റെ പരിപാടി? നീ ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടല്, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലെത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞി അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ വാക്ക ഏറ്റവും വലിയ സത്യം. കണ്ണോണ്ട് ചൊല്ലണ മിണ്ടാണ്ട് മിണ്ടണ പുന്നാരപ്പനന്തത്ത ദൂരെ ചുണ്ടോണ്ട് ചൊന്നത് നെഞ്ചോണ്ട് കേക്കണ പഞ്ചാരപ്പനന്തത്ത കൂടെ മഴ വന്ന് കൂട്ടിരുന്നേ. മോളെ, നിനക്കൊരു അബദ്ധം പറ്റിയതാ, മറന്നാളമ്മേ. ഞാൻ മൊയ്തീന് വാക്ക് കൊടുത്തു. വാക്കാണ് ഏറ്റവും വലിയ സത്യം. പഠിക്കാൻ വിട്ടിട്ട് ഇപ്പൊ എന്തായി? കണ്ടില്ലേ, കണ്ട 4 വേദക്കാരന് വാക്ക് കൊടുത്തിട്ട് വന്നിക്കണം. മതി, ഇന്റെ പഠിത്തം ഇതോടെ നിർത്തിക്കോണം. ഇല്ല, എനിക്ക് പഠിക്കണം. മൊയ്തീനായിട്ട് ഇനി ഒരു ബന്ധമില്ലെന്ന് ഉറപ്പതാ. എന്നാ പഠിക്കാം. ഇല്ല ഏട്ടാ, അതെന്റെ തീരുമാനമാണ്. പ്രസംഗം പറയുന്നോടി.
കൊടിയ കൈവശ ഓനോൾക്ക് കൊടുത്തിരിക്കുന്ന. പുറത്തു വിട്ടാൽ ആപത്ത. ഓളുടെ നയല് പോലും ഇനി പുറത്ത് കാണരുത്. കൊല്ല ഇത്രയായിട്ടും അനക്ക് ഈ തോന്നിയാസം നിർത്താറായില്ലേ? നിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഓളെ കെട്ടാൻ ഞാൻ സമ്മതിക്കൂല. ചെയ്ത്താന് പറഞ്ഞ് ഈ നാട്ടിൽ ലഹളയുണ്ടാക്കി ഓളെ കൂടെ പൊറപ്പിക്കാൻ തുനിഞ്ഞാ പിന്നെ അന്റെ മയ്യത്ത ചത്താലും ശരി വാപ്പ. കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. ഉറപ്പാണ്. നിന്റെ വാപ്പയാരാന്ന് എനിക്ക് സംശയമൊന്നുമില്ല. മൊയ്തീന് വാക്കൊന്നേ ഉള്ളൂ. ഹിമാറേ എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? എവിടെ? ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ കാത്തിരിപ്പ്? നീയെങ്കിലും നമുക്കൊന്നും ജീവിക്കണ്ടേടി. വേണം. 10 വർഷം ഈ കരഞ്ഞില്ലേ? ഈ ഇറങ്ങി വരണം. ഞാൻ വരും. ഈ മുക്കത്ത് നമ്മളിനി വേണ്ട. നല്ല മഴ പെയ്യാനുള്ള കാറ്റാണല്ലോ. കത്തുന്ന ചുംബനം കൊണ്ടു നീ പണ്ടെൻ്റെ കൈക്കുന്ന പ്രാണനെ ചുട്ടുപൊള്ളിച്ചതും കണ്ണിൻ്റെ നക്ഷത്രജാലകത്തിൽ കൂടി ജന്മാന്തരങ്ങളെ കണ്ടു മൂർച്ഛിച്ചതും. പ്രണയമൊരു പ്രചോദനമാണ്. എന്തും സഹിക്കാനുള്ള മനക്കരുത്ത് പ്രണയത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കാത്തിരിപ്പും മരണവുമെല്ലാം അവയിൽ ചിലത് മാത്രം. സഫലമാവാത്ത പ്രണയം ആത്മാവിൻ്റെ തേങ്ങലാണ്. അത്തരം തേങ്ങലുകളാണ് നമ്മുടെ സിനിമയെയും സാഹിത്യത്തെയും സമ്പന്നമാക്കുന്നത്. പ്രണയത്തിൻ്റെ പേരിൽ രക്തസാക്ഷികളായ നിരവധി മനുഷ്യർ ഇനിയുമുണ്ട്. അവരുടെ പാവനമായ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി പനിനീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. Thank you.